ഉടമ്പടി എഴുതാനുണ്ടായ സാഹചര്യം എന്താ? ദൈവത്തെ കൂടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം വന്നു. അതാണ് വിഷയം. നമ്മൾക്ക് വന്നിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇപ്പോൾ 1 കോടി കടം, 2 കോടി കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അതിൻ്റെ മാനുഷികമായ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണും തുറിക്കും, കയ്യും മരത്തും. എന്താ? ഒരു മാർഗവുമില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വരാതെ ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാകത്തില്ല. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ്. അല്ലെങ്കിലും അമ്മ ഇവിടെ വരുമ്പോഴും മരിയൻ ഉടമ്പടിയാണ്. നമുക്ക് നടക്കുന്നത് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ നിയമകാലത്തെ സമയത്തെ ചുരുക്കുന്ന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോഴും മരിയൻ ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്താണ്? അമ്മ ബൈ പേഴ്സൺ വരികയാണ്. ഉടമ്പടിക്ക് ശേഷം പല സാക്ഷ്യങ്ങളും പറഞ്ഞത് മാതാവിനെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാക്ഷ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി പറഞ്ഞത്, കാര്യം ആ സാക്ഷ്യത്തിൻ്റെ നേച്ചർ നിങ്ങൾ പരിശോധിക്കണം. സാക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ അമ്മയെ കാണുന്നില്ലെങ്കിലും ഉടമ്പടിയോട് കൂടി അമ്മ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശമായി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇപ്പോൾ 2 സാക്ഷ്യങ്ങൾ അടുത്തടുത്ത് വന്ന സാക്ഷ്യങ്ങൾ എന്താ? ഒരു സാക്ഷ്യം എന്താ? അവർക്ക് കച്ചവടമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം, ഇപ്പോൾ തൈക്കാട്ടുശ്ശേരിക്കാരുടെ സാക്ഷ്യം എന്താണ്? കച്ചവടമില്ല, അവർക്ക് ജീവിക്കാനുള്ള മാർഗം വറ്റിപ്പോകുന്നു. അപ്പോൾ അവർക്ക് പുതിയ കട വേണം, ടൗണിൽ വേണം. അപ്പം അത് അവർ ആ ടൗണ് ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്ന് അവരോട് പറയുകയാണ്, ടൗണിൽ ഒരു കട ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ കടയില്ല. നിങ്ങളുടെ അയൽവാസി തന്നെയാണ് ആ കട ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കടയില്ല, പക്ഷെ അയൽവാസി അവിടെ നിൽക്കുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാളുടെ ഉദ്ദേശം അവരോട് പറയും. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഒരു 2 നില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിത് തന്നോളാം. പക്ഷെ അങ്ങനെ പറയണ സമയത്ത് ഈ ഉടമ്പടി ചെയ്ത ചേച്ചിയുടെ ഭർത്താവാണ് കടക്കാരനുമായിട്ട് ടൗണിൽ സംസാരിക്കുന്നത്. പക്ഷേ ഈ ഉടമ്പടി ചെയ്ത ചേച്ചി വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ ബൈ പേഴ്സൺ ഇവിടെ മുമ്പിലിരിക്കും. അവർ കരഞ്ഞു പോകും. ഇത് തന്നെയാണ്. ഉടനെ 3 മാസത്തിനുള്ളിലാണ് 2 നില കെട്ടിടം കിട്ടുന്നത്. എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. മോസസിനോട് ചെയ്ത കാലത്തും മോസസിനോട് പറഞ്ഞു, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്ന് പറഞ്ഞു. സമ്പത്തിൻ്റെ പേരും ദൈവം അനുഗ്രഹിക്കും. ആ ഉടമ്പടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആഹാരത്തിൻ്റെ മേൽ, അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാഗ്ദാനമായി നൽകുന്നതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. ആഹാരമല്ലേ വീഞ്ഞ്. അത് കല്യാണത്തിന് വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യഹൂദന് അത് അടിസ്ഥാന പ്രശ്നമാണ്. അടിസ്ഥാന പ്രശ്നങ്ങളുടെ മേലെല്ലാം അമ്മ ബൈ പേഴ്സൺ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേറൊരു സാക്ഷ്യം, നമ്മുടെ വരാപ്പുഴ ജോസഫ് ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ്? ജോസഫ് ചേട്ടൻ്റെ വയറ് 8 പേരെ ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ആശുപത്രി. എന്തിനാണ്? ലിവർ സിറോസിസ്. ഇപ്പോൾ ലിവർ സിറോസിൽ ചേട്ടൻ്റെ കയറിൽ ഈ ലിവർ ലീക്ക് ചെയ്തിട്ട് വയറ് വീർത്തിരിക്കുകയാണ്. ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് ബുധനാഴ്ച രാവിലെ വെള്ളം കുത്തിയെടുക്കാം. ഡോക്ടർ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴാണ്, ഉറങ്ങണമെങ്കിൽ പിന്നെയുള്ള കാര്യം വയറ്റിലെ വെള്ളം കുത്തിയെടുക്കണം. അപ്പോൾ അനിയൻ വന്ന് ഉടമ്പടി ചെയ്യും. അനിയൻ ഇവിടുന്ന് ഒരു നേർച്ച വസ്തു കൊണ്ട് ചേട്ടനോട് കൊടുക്കും. ചേട്ടൻ കൊടുത്തിട്ട് പറയും, ഇന്ന് രാത്രി അമ്മ ചേട്ടനെ ബൈ പേഴ്സൺ കാണുന്നുണ്ടെന്ന് പറയും. അപ്പം അമ്മ നേരിട്ട് വന്ന് ചേട്ടനെ അവൻ ഇവിടെ വന്നപ്പോൾ അമ്മ അവൻ്റെ മനസ്സിൽ കൊടുത്ത ചിന്തയാണ്, ഞാനിന്ന് രാത്രി നിൻ്റെ ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന്. ചേട്ടന് 55 വയസ്സുണ്ട്. രാത്രി 2 മണിയായിട്ട് ഈ മനുഷ്യൻ ഉറക്കമില്ല. കാര്യം വയറിങ്ങനെ മെത്തി വീർത്തിരിക്കണ കാരണം ഉറക്കമില്ല. 2:30 മണിയായപ്പോൾ ഒരു കണക്കിന് ഉറങ്ങി മയങ്ങിപ്പോയി.
പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട്, അയാളുടെ സാക്ഷി നിങ്ങൾ കേൾക്കാം, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച് സ്വപ്നമാണ്, അനുജനിങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് ഓർത്ത് കിടന്നത് കൊണ്ട് വന്നു പോയ ഒരു സ്വപ്നമാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വയറിങ്ങനെ ഇരക്കാൻ തുടങ്ങി. 3 മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ ചെന്നപ്പോൾ ഈ വയറിൻ്റെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ ഗ്യാസും വെള്ളവും എല്ലാം അടിച്ച് പുറത്തു പോയി. വയറ് ചൊട്ടി പഴയതുപോലെയായി. രാവിലെ ഡോക്ടർ വന്ന് വെള്ളം കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ വയറ് വരെ ചുട്ടിക്കിടക്കണം. അപ്പോൾ ഡോക്ടറിനോട് സംഭവിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതൊന്നും മിണ്ടിയില്ല. ഡോക്ടർ നിങ്ങളുടെ കരളിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാട്ടെന്ന് പറഞ്ഞു. ഉടനെ കരൾ കൊണ്ട് സ്കാൻ ചെയ്ത് അത് 90% ഡാമേജ് ആയിരുന്നു ആ സംഭവം. പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ പുതിയ കരൾ പോലെ ഇരിക്കണത്. അപ്പോൾ ഈ അമ്മയുടെ വ്യക്തിപരമായ സന്ദർശനം ഇപ്പം തുടങ്ങിയതല്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കുറേ ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒരു മൂലമെന്ന് പറയണത്. കാര്യം വാഴപ്പെട്ടിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ 42 സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഒരു വരിയാണ്, അമ്മ ആഗ്രഹിക്കുന്ന ഒരു പ്രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന്. ആ പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയവർക്കറിയാം. ആ അമ്മ ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിയായിട്ടാണ് പിന്നീട് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരുന്നത്. പക്ഷെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുത്ത ദിവസം 2015 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് കൊടുത്തതെന്ന് തോന്നണം. കൊടുത്ത ദിവസം ഇവിടുന്ന് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ചേച്ചി വൈക്കത്ത് പോയി. വൈക്കത്ത് അവരുടെ ബന്ധുവിനെ കാണാൻ പോയി. ആശുപത്രിയിലാണെന്ന് വിചാരിച്ചാൽ കാണാൻ പോയി. കാണാൻ ബന്ധു എന്താ സംഭവിച്ചിരിക്കണത്? പെട്രോളിയം ജെല്ല് വീണ് കൈ വെന്ത് കീറി പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ കൈ കൊണ്ട് വേലയെടുത്ത് തിന്നാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പിന്നെ അവളെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു നിമിഷം വായിച്ചിട്ട് അവരങ്ങ് പിന്നെ രാത്രി ഉറങ്ങിപ്പോയി. രാത്രി ഇത് കൊടുക്കണേ. രാത്രി ഏതോ ഒരു സമയത്ത് അമ്മ വന്ന് കയ്യെ തൊടുന്നുണ്ട്. കൈ അറ്റം മുതൽ ഈ ഭുജം വരെ തൊടും. ഇവള് രാത്രി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഴുത്ത് വിണ്ടുകീറി വളരെ വേദനിച്ചിരുന്ന കൈ സാധാരണ പുതിയ കൈ പോലെ ഇരിക്കണം. അപ്പോൾ അവൾ വെളുപ്പിനെ ഓടി ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലം മുതൽ അമ്മ ബൈപ്പേഴ്സൺ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം. അപ്പം അതറിഞ്ഞ് വേണം ഈ ഉടമ്പടി ചെയ്യാൻ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ വ്യക്തിപരമായിട്ട് വരുത്തുന്ന ഇപ്പോൾ ഒരു അനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത്. അമ്മ വൈപ്പേഴ്സൺ കുടുംബങ്ങളിൽ വരണത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിപ്പോൾ പലരിങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. എന്താ വിഷയമെന്ന് ചോദിച്ചപ്പോഴേ ഇസ്രയേൽക്കാരൻ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും നടുക്കായിപ്പോയി ജീവിതം. അതാണ് ദൈവം കൂടെ വരാൻ കാരണം. അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സീനായിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങോട്ടാണ്? ജെറീക്കോയിലേക്കാണ് പോകേണ്ടത്. ജെറീക്കോക്കാർ ഇവരെ കൊന്നുകളയും. കാര്യം അവരൊരു യുദ്ധ നൈപുണ്യന്മാരും രാക്ഷസന്മാരുമാണ്. അപ്പം മുമ്പോട്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നും. നിങ്ങൾക്കും ഭാവിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അച്ഛൻ പറയണത്. പിന്നെ മുന്നോട്ട് പോയാലുള്ള ജോർദാൻ നദിയാണ്. ഇവർ 6 ലക്ഷം പേരുണ്ട്. 6 ലക്ഷം പേര് എങ്ങനെയാണ് ജോർദാൻ നദി കടക്കണത്? നീന്താതെ കടക്കാൻ പറ്റത്തില്ല. നീന്തി കടന്നാലുള്ള ഭവിഷ്യത്ത് എന്താണ്? അപ്പുറത്ത് ജബൂസയർ, കാനനൈറ്റ്സ്, സമരിട്ടന്മാർ, ഇങ്ങനെ കുറേ കാട്ടുജാതി വർഗ്ഗക്കാരുണ്ട്. ഇവർ വെള്ളത്തിലിട്ട് വെട്ടിക്കൊല്ലും. അപ്പോൾ എവിടുന്ന് ജെറീക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് പകുതി പേര് രക്ഷപ്പെട്ടാലും പകുതി പേര് വെള്ളത്തിലിട്ട് കൊള്ളും. അപ്പോൾ അവർ പറഞ്ഞു, മോശത്തിനോട് പറഞ്ഞ് ഞങ്ങൾ ചാകാൻ തയ്യാറല്ല,
ഞങ്ങളുടെ മുമ്പോട്ട് നോക്കിയിട്ട് മരണം, കൊലപാതകം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. എങ്ങോട്ട് തിരിച്ചു പോകാൻ? വന്ന സ്ഥലത്തേക്ക്, ഈജിപ്തിലോട്ട് പോയി പഴയ അടിമത്തത്തിൽ ജീവിച്ചോളാം. നാണക്കേടാണെങ്കിലും മാനക്കേടാണെങ്കിലും ഭക്ഷണമെങ്കിലും കിട്ടുമല്ല എന്ന് പറഞ്ഞ്. ഇപ്പം മോസസ് പറഞ്ഞ് കർത്താവിൻ്റെ ജനത അടിമത്തം വീണ്ടും അനുഭവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു. അപ്പോഴേ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആത്മഹത്യ, മുമ്പോട്ട് തിരിഞ്ഞു നോക്കിയാൽ കൊലപാതകം. നടുക്ക് നിൽക്കണ ജനം അന്തം വിട്ട് നിൽക്കുമ്പോഴേ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രമേ ഞങ്ങൾക്കിന് ജീവിതമുള്ളെന്ന് പറഞ്ഞു. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ വരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ തളരുകയില്ല, ഞങ്ങൾ വീട് പോവുകയില്ല. സങ്കീർത്തനം 144, അങ്ങ് ഞങ്ങളെ താങ്ങിക്കൊള്ളും, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് സിന്ധു ബാബു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 19 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. ഇത് എൻ്റെ സഹോദരൻ്റെ വൈഫ്, കുഞ്ഞ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2020 മെയ് 2-ാം തീയതിയാണ്. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി ഒരു നിയോഗം വച്ചിരുന്നു. ഞാനൊരു നേഴ്സാണ്, എൻ്റെ സഹോദരനും നേഴ്സാണ്. അവൻ ബോംബെയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവന് വിദേശത്തേക്ക് പോകുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അവൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ ഒരു പാച്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ന്യൂമോണിയ വരികയും ആ ന്യൂമോണിയയിൽ ഒത്തിരി സിവിയറായി അവനെ ഹൈ ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. അങ്ങനെ ആ പാച്ചസ് ഇപ്പോഴും അവൻ്റെ ചെസ്റ്റ് എക്സ്റേയിലുണ്ട്. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ ഇൻ്റർവ്യൂ എല്ലാം പാസ്സാകുമെങ്കിലും മെഡിക്കലി അവൻ അൺഫിറ്റ് ആകുമായിരുന്നു. അങ്ങനെ ഞാൻ നിയോഗം വെച്ചും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 20-ാം തീയതി ബഹ്റൈനിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മെഡിക്കലി അവൻ ഫിറ്റായി. അവൻ 2-ാം തീയതി ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. മെയ് 20-ാം തീയതി അവൻ ബഹ്റൈനിൽ എത്തുകയും ചെയ്തു. അതും അവിടുത്തെ മിനിസ്ട്രിയിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി അവൻ എത്തി. അതിനുശേഷം 10 ദിവസത്തെ ക്വാറൻറ്റൈന് ശേഷം അവിടെയും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ആരോടും പറയാതെയാണ് അവൻ അവിടെ എത്തിയത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടുത്തെ മെഡിക്കൽ ചെക്കപ്പിൽ അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടും. അതുകൊണ്ടാണ് നാട്ടിൽ ആരോടും പറയാതെ അവൻ അവിടെ എത്തിയത്. ഞങ്ങൾക്ക് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മാത്രമാണ് അറിവുണ്ടായിരുന്നത്. അവിടുത്തെ 10 ദിവസത്തിന് ശേഷമുള്ള അവിടുത്തെ മെഡിക്കൽ ചെക്കപ്പിലും ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മെഡിക്കലി അവൻ ഫിറ്റാവുകയും അവിടെ രജിസ്റ്റേർഡ് നേഴ്സായി അവന് ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ ജോലിക്ക് കയറി അവിടുത്തെ ഒരു ലൈസൻസ് ഉണ്ട് നമുക്ക്. ആ ലൈസൻസിൽ എടുക്കണമെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിന് ഒരു 5 മാസത്തെ കുറവുണ്ടായിരുന്നു. ആ കുറവുണ്ടെങ്കിൽ അവിടെ ഒരു എക്സാം എഴുതി പാസ്സാകണമായിരുന്നു. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, അത് ഒത്തിരി ടഫുള്ള എക്സാമാണ്, അപ്പോൾ പാസ്സാകുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് വാഴ്ചയുള്ള ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് എക്സാം ഒന്നും കൂടാതെ അവിടുത്തെ ലൈസൻസ് കിട്ടി. അതുപോലെ തന്നെ 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾക്ക് അവിടെ എക്സാം എഴുതേണ്ടതായിട്ടും വന്നു. അമ്മ മാതാവ് അവിടെയും ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നീട് ഞങ്ങൾ അവൻ്റെ വിവാഹത്തിന് വേണ്ടി നിയോഗത്തിൽ വച്ചിരുന്നു. 32 വയസ്സായിരുന്നു. വിദേശത്ത് വന്ന് 6-7 മാസത്തിനുള്ളിൽ അവൻ്റെ വിവാഹം നടക്കുകയും അതിനുശേഷം ഞങ്ങൾ 7/7/2022 ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്തൊരു നിയോഗമായിരുന്നു. എൻ്റെ കാലിൻ്റെ പാദത്തിനൊരു വേദനയുണ്ടായിരുന്നു. ഒരു 6 മാസമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയ
ഉടമ്പടി വസ്തുവിലെ ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ദിവസം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ വേദന കംപ്ലീറ്റായി മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് വേദന വരാറില്ല. പിന്നീട് ഇവർക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് ഞങ്ങൾക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി പ്രായമായവരാണ്. അപ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വിവാഹം കഴിഞ്ഞ് വീണ്ടും 3 വർഷമായി ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വീണ്ടും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിൻ്റെ ഫലമായി 2024 ഓഗസ്റ്റ് 15-ാം തീയതി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഇവൾ പറയും. ഞാനിവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വരുന്നത് 7/7/2022 അതിനുശേഷം ഞാൻ നിയോഗമായി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ച കുടുംബ സമാധാനത്തിനും കുഞ്ഞുങ്ങളുണ്ടാകുവാനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും കുടുംബ അംഗങ്ങൾക്കുള്ള സൗഖ്യത്തിനും വേണ്ടിയായിരുന്നു. മാതാവിൻ്റെ ദർശനം പോലെ എനിക്കെപ്പോഴും തോന്നുമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനെന്ന്. ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയം മുതൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലി മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത യാചിച്ച് കൃപാസന പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലി പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. പറഞ്ഞ പോലെ 3 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായില്ല. ഓഗസ്റ്റ് 15-ാം തീയതി ശൂനോയ പെരുന്നാളിൻ്റെ അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. ഞങ്ങൾ അതിന് അതായത് ജൂലൈ മാസം 2022-ാം തീയതി ആയിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തിരുന്നത്. 2 വർഷം പൂർത്തിയായ ആ സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ 2 പേരും UK-യിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടെസ്റ്റുകളൊന്നും അല്ലാതെ ചെയ്യാനുള്ള സാധ്യതകളില്ലായിരുന്നു. ഫസ്റ്റ് സ്കാൻ വരുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാൻ വരുന്നത് 3-ാം മാസത്തിലായിരുന്നു. സെപ്റ്റംബർ 27-നായിരുന്നു ആ ടെസ്റ്റ് വന്നത്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ സ്കാനിങ്ങിന് പോയപ്പോഴും കാശുരൂപൻ കൈ പിടിച്ച് എണ്ണ തേച്ച് പ്രാർത്ഥിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾക്കൊരു കോൾ വരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. നിങ്ങളുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള ഹൈ ചാൻസ് ഉണ്ട്, എമർജൻസി ആയിട്ട് നിങ്ങൾ വന്ന് ഞങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ്. അതിനെപ്പറ്റി കൂടുതൽ അബോർഷനെ പറ്റിയോ ബാക്കി സാധ്യതകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചാണ് ആദ്യമേ അവിടെ ചെല്ലുന്നത്. എന്താണേലും പ്രാർത്ഥനയോടെ ദൈവസന്നിധി ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് വെച്ച് ചെന്നു. ഫർദർ റെഫറൻസുകളുണ്ടായിരുന്നു, ഫർദർ ടെസ്റ്റുകളുണ്ടായിരുന്നു. ക്രോമസോമൽ അനോമാലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു. അതും സ്പെഷ്യാലിറ്റി ഫീറ്റൽ മെഡിസിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടേഴ്സിനെ റെഫർ ചെയ്ത് അവിടെ വെച്ചാണ് ചെയ്യുന്നത്. ഞങ്ങൾ സ്കാനിങ് ത്രൂ ഔട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നതും റിസ്ക്കാണ് കുഞ്ഞിന്. അബോർഷൻ ചാൻസസ് വീണ്ടും കൂട്ടും. ബാക്കി അല്ലാത്ത നമുക്ക് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടാകാനുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ കൂട്ടും. ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ മാതാവിനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയെ സമർപ്പിച്ച് ടെസ്റ്റ് ചെയ്തു. ഒരാഴ്ച 3 ദിവസമായിരുന്നു എൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരാനുണ്ടായിരുന്ന സമയം. ഞങ്ങൾ നോൺ കാത്തലിക്കാണ്, ജപമാല പ്രാർത്ഥന ചൊല്ലാൻ അറിയത്തില്ലായിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അച്ഛന് ഓൾറെഡി ജപമാല പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയിരുന്നു. ഞങ്ങൾ ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ഉപവാസത്തോടു കൂടി ഈ ഒരാഴ്ചക്കാലം ഫുൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ച പോലെ ഒരു കുഴപ്പവും തന്നെ ഇല്ലായിരുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാമെന്ന രീതിയിൽ റിസൾട്ട് വന്നു. ഞങ്ങൾ സ്ഥിരമായി കൃപാസനത്തിലെ ചൊവ്വാഴ്ച പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും കേൾക്കുമായിരുന്നു. ആ ആഴ്ച ചൊവ്വാഴ്ച കേട്ട പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, വിദേശത്തിരിക്കുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവരുടെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുന്നതുകൊണ്ട് പേടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒഴിഞ്ഞു പോട്ടെ ഒഴിഞ്ഞു പോട്ടെ ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ പ്രാർത്ഥന ഇതിന് മുന്നും കേട്ടിട്ടുണ്ട്.
അതുവരെ ഇങ്ങനൊരു അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് അത് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. വീണ്ടും അതിൻ്റെ ഫർദർ ടെസ്റ്റുകളൊക്കെ നടന്നു, ഒരു കുഴപ്പമില്ലാന്ന് അറിഞ്ഞു. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 5-ാം മാസത്തെ സ്കാനാണ് ഇനി അടുത്ത് വരുന്നത്. ആ ടെസ്റ്റ് വന്നപ്പോഴത്തേന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് വേറെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുഞ്ഞിന് കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഈ ഹോസ്പിറ്റലിലെ സെറ്റപ്പ് അനുസരിച്ച് പോരാ, ഫർദറായിട്ട് ലണ്ടനിലുള്ള കാർഡിയാക്ക് സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിനെ ഞങ്ങളെ റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നവംബർ 18 എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. ഞങ്ങൾ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയതും. ഓൾറെഡി ഒരു പ്രതിസന്ധി കഴിഞ്ഞു, അടുത്ത ഒരു ഘട്ടം വരികയാണ്. എല്ലാം നല്ല രീതിയിൽ പെരണേന്ന് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി എണ്ണ തേച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് കയറി. അവർ പറഞ്ഞു പേടിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ച് അത് വേരിയേഷൻ വന്നെന്നിരിക്കാം, ഇനി മുന്നോട്ട് കുഞ്ഞ് വലുതാവുന്നതനുസരിച്ചും ഡെലിവറി കഴിയുമ്പോഴൊക്കെ അത് പറയാൻ പറ്റുള്ളൂ, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം. ഫീറ്റൽ മെഡിസിനിലോട്ട് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം പിന്നെയും കുറേ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. സാധാരണ ഒരു കുഞ്ഞിന് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് 3-ാം മാസത്തിനകത്താണ്. കുഞ്ഞിൻ്റെ അതായത് വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലണ്ടനിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്തിട്ട് പറഞ്ഞു തൈമസ് ഗ്ലാൻഡ് കാണുന്നില്ല. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പോലും കുഞ്ഞിനൊരു പ്രതിരോധ ശക്തി ഉണ്ടാവില്ല, വിത്തിൻ അവേഴ്സ് കുഞ്ഞ് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും ആലോചിച്ച് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ മതി. 5-ാം മാസം ആയതേ ഉള്ളൂ, ഇപ്പോഴും ഓപ്ഷനുണ്ട്, വേറെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അബോർഷനെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ എന്താണെന്നുള്ള ആലോചിച്ച് മുന്നോട്ട് പറയാനുള്ള രീതി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ എന്താണേലും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നീ തന്നെ ഈ കുഞ്ഞിനെ എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞങ്ങൾ ആരുമല്ല, നീ തന്നത് നിനക്ക് വേണ്ടെങ്കിൽ നീ എടുക്കുക, ഞങ്ങൾ അതിനകത്തൊരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ച് മാതാവിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയി. അവർ ഫർദറായിട്ടുള്ള ക്രോമസോമൽ അനോമാലി ടെസ്റ്റ് ഫുൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വീണ്ടും 10 ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് മറ്റൊരു സഹോദരിയുണ്ട്. സഹോദരിക്ക് ഒരു ചേച്ചി ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് ദർശനം കിട്ടുന്നു. ഒരു സമയം പറഞ്ഞു 29-ാം തീയതി നവംബർ 29-ാം തീയതി 11 മണിക്ക് 11:02 റിസൾട്ട് വരും, എല്ലാം നോർമലായിട്ട് വരും എന്നുള്ളൊരു ദർശനം ചേച്ചിക്ക് ലഭിക്കുന്നു. ഞങ്ങൾ 29-ാം തീയതി വെയിറ്റ് ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ നമുക്ക് തോന്നിയതാവാം. വീണ്ടും 2-3 ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു, മാതാവിൻ്റെ മധ്യസ്ഥത ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ക്രോമസോമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതി ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. ഞങ്ങൾ ഫൈനൽ റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പം ചേച്ചിക്ക് ദർശനം ലഭിച്ച ആ സമയമായിരുന്നു അതിൽ റിപ്പോർട്ടഡ് ടൈമായിട്ട് കാണിച്ചത്. ഫൈനൽ റിപ്പോർട്ട് വന്നതായിരുന്നു 2 ദിവസം കൂടെ കഴിഞ്ഞ്, ഞങ്ങൾ ഇൻഫോം ചെയ്ത ഡേറ്റ് 2 ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിലും റിപ്പോർട്ട് നോട്ട് ചെയ്ത സമയമായിരുന്നു 29-ാം തീയതി നവംബർ. അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻസി ത്രൂ ഔട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്. 6-ാം മാസത്തിൽ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കൂടുതലുള്ള പ്രശ്നങ്ങൾ, കുഞ്ഞിന് കാർഡിയാക്കായിട്ടുള്ള വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുകൊണ്ട് പറഞ്ഞു. എല്ലാ സ്കാനിങ്ങിലും ഓരോരോ പ്രശ്നങ്ങൾ. പക്ഷെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് തൈലം പുരട്ടി ഉപ്പ് വായിൽ വെച്ച് തേൻ പുരട്ടി വയറിൽ എണ്ണ കൊണ്ട് തൂത്ത് പ്രാർത്ഥിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത്ഭുതകരമാണെന്ന് പറയട്ടെ, ഈ തൈമസ് ഗ്ലാൻഡ് കണ്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ അടുത്ത സ്കാനിങ് ചെയ്യുന്നപ്പോൾ പൂർണ്ണ വളർച്ചയുള്ള തൈമസ് ഗ്ലാൻഡ് അവിടെ ഇരിക്കുന്നു, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ഗോ ഹെഡ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞാനും മെഡിക്കലി ഉള്ള ഫീൽഡിലുള്ള ഒരാളാണ്, ഞങ്ങൾക്കൊക്കെ അത്ഭുതം. അതായത് ഡിജോ സിൻഡ്രോം എന്ന് പറയുന്ന ഡൗൺ സിൻഡ്രോത്തിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു പറഞ്ഞത്. അത് ബുദ്ധിവൈകല്യം മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് ശാരീരിക വൈകല്യം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനായിരുന്നു. അത് ശേഷിയില്ലാതെ കംപ്ലീറ്റ്ലി
ഒരു മിറക്കിൾ എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും കുഞ്ഞിനൊരു കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ഡോക്ടർ പറയത്തക്ക രീതിയിൽ അത്ഭുതകരമായിട്ട് അവിടെ ഞങ്ങൾക്കൊരു സാക്ഷ്യം ലഭിച്ചു. പിന്നെയും പ്രഗ്നൻസിയിൽ അല്ലാത്ത ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫ്ലൂയിഡ് കൂടുതലായതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 9ാം മാസം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. 8ാം മാസം ആകുമ്പോഴത്തേന് സിസേറിയൻ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആഴ്ച സ്കാനിങ് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. മാർച്ച് 14-ാം തീയതി സിസേറിയനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. 13-ാം തീയതി അതായത് തലേന്ന് ഞങ്ങൾക്ക് വീണ്ടും ഒരു സ്കാനും കൂടെ ഉണ്ടായിരുന്നു. സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു വാൽവിന്, കാർഡിയാക് വാൽവിന് എന്തോ പ്രശ്നമുണ്ട്, വാൽവിന് ലീക്കേജ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു സംശയം. നമുക്ക് വീണ്ടും ലണ്ടനിലെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ഈ നമ്മുടെ ലോക്കലുള്ള ഹോസ്പിറ്റലിൽ സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം ആ ലണ്ടനിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, അതിനുവേണ്ടി റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാമിലിക്ക് പോലും വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 9ാം മാസത്തെ ഡേറ്റ് പ്രതീക്ഷിച്ച് പെട്ടെന്ന് എമർജൻസി ആയിട്ട് 8ാം മാസത്തിൽ സിസേറിയൻ എന്നുള്ള പ്ലാനിലേക്ക് പോയി. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ഇപ്പം ഇൻകൺക്ലൂസീവ് ആണ്, പൊസിഷൻ വെച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല, ഇനി മുന്നോട്ട് കുഞ്ഞ് ഉണ്ടായി കഴിയുമ്പോഴേ ബാക്കി പറയാൻ പറ്റുള്ളൂ, ഡെവലപ്മെൻറ്റൽ ഇതൊക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഞങ്ങൾ എന്താണേലും സ്കാൻ ഇത് കഴിഞ്ഞു. അവർ ഞങ്ങൾക്ക് അപ്രൂവൽ തന്നു ലോക്കൽ ഹോസ്പിറ്റലിൽ തന്നെ ഡെലിവറി ചെയ്യാമെന്നുള്ളത്. CS വഴിയാണെങ്കിലും വളരെ ആരോഗ്യത്തോടെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ദൈവം പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചത്. ഡെലിവറി കഴിഞ്ഞ് 3-ാം ദിവസം എക്കോ ചെയ്തു. അന്ന് പിള്ളേരുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ അഡൾട്ടായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു ചെയ്തത്. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഡോക്ടറിന് ഒരു റിസൾട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്, ഇൻകൺക്ലൂസീവ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വീണ്ടും ഞങ്ങൾ ഈ പ്രഷറും വെച്ച് എന്നിട്ട് അവർ പറഞ്ഞു കുഞ്ഞല്ലേ, കാർഡിയാക്ക് ഇതായിട്ടൊക്കെ ശരിക്കും വികസിച്ച് വരണമെങ്കിൽ ഒരു 3 മാസം എടുക്കും, എങ്കിലേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കൃപാസനം മാതാവിനോട് യാചിച്ച് സർവ്വ പ്രാർത്ഥനകളും ചൊല്ലി കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ലണ്ടനിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരികയും അവിടെ വെച്ച് എക്കോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. അവർ പറഞ്ഞു ഒരു കുഴപ്പവും തന്നെ ഇല്ല കുഞ്ഞിന്, എല്ലാം നോർമലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയും നാളും ഓരോ ആഴ്ചയും കണ്ടുകൊണ്ടിരുന്ന സ്കാനർ റിപ്പോർട്ടിന് എല്ലാം തിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, കുഞ്ഞ് പൂർണ്ണ ഹെൽത്തിയാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ഹീസ് അബ്സല്യൂട്ട്ലി ഫൈൻ എന്നുള്ള റിപ്പോർട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ വെച്ച് തന്നെ വളരെ അത്ഭുതകരമായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ പ്രഗ്നൻസി ത്രൂ ഔട്ട്. മാതാവിനോടും കൃപാസന മാതാവിനോടും ദൈവ തിരുകുമാരനോടും എല്ലാ വിധത്തിലുള്ള നന്ദികളും കോടാനുകോടി നന്ദികളും സമർപ്പിച്ച് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് പറയാനുണ്ട്. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മകനില്ല. എൻ്റെ മകൻ്റെ സാക്ഷ്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് എൻ്റെ മകനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നീട് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്, അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്, അതും ഷെയർ ചെയ്യാറുണ്ട്. പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കും. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി ഉടമ്പടി എടുത്ത ഒത്തിരി മക്കളെ എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ അമ്മയെപ്പറ്റി പറയാറുണ്ട്. പിന്നെ എനിക്ക് 2 പ്രാവശ്യം ദർശനത്തിൽ അമ്മയെ കാണാൻ പറ്റി. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ അമ്മയുടെ ഒരു ഫോട്ടോ ആയിരിക്കുമെന്ന്. പക്ഷേ അമ്മയുടെ കയ്യിൽ ഒരു തിരുക്കുമാരൻ ഉണ്ടായിരുന്നു. ആ തിരുക്കുമാരൻ ഞാൻ പെട്ടെന്ന് തിരുക്കുമാരൻ 2 കാലുകളും വിട്ട് അനക്കിക്കൊണ്ട് എൻ്റെ ദർശനത്തിൽ എനിക്ക് അമ്മ കാണിച്ചു തന്നു. പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അമ്മ ദർശനത്തിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനെയും ഞങ്ങളുടെ ഒപ്പം അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരെ ഞങ്ങളുടെ കഴിയുന്ന പോലെ സഹായിക്കാറുണ്ട്.
പിന്നീട് ഞങ്ങളുടെ വീടിനടുത്തുള്ള വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അയച്ചിങ്ങോട്ട് കൊടുക്കും. എൻ്റെ മകൻ വഴിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ സഹായിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.